പലവിധ ക്രൂരകൃത്യങ്ങളുടെയും കുറ്റവാളികളുടെയും ലോകത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ പെരുകുന്ന നാട്ടിൽ മനുഷ്യത്തിനോ അല്ലെങ്കിൽ സ്നേഹത്തിനോ വിലയില്ലാത്ത കാലത്താണ് ജീവിക്കുന്നത് എന്ന മുൻകരുതലിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം ദിനം പ്രതി കാണുന്നതും കേൾക്കുന്നതും എല്ലാം അത്തരത്തിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ അക്രമ സ്വഭാവവും വർദ്ധിച്ചു വരികയാണ്. അത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഒടുവിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് മലയാറ്റൂരിലെ പെൺകുട്ടിയുടെ മരണവാർത്ത. മലയാറ്റൂർ സെബിയൂരിലെ വിദ്യാർത്ഥിനിയുടെ ആൺസുഹൃത്ത് തന്നെ ആയിരുന്നു അതേ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ള വാർത്ത ഞെട്ടലോടുകൂടിയാണ് നമ്മളെല്ലാം കേട്ടത്. കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രതിയുടെ സംശയമായിരുന്നു. മദ്യലഹരിയിലാണ് താൻ കൊലപാതകം നടത്തിയതെന്ന് പ്രതി തന്നെ പിന്നീട് പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ട ചിത്രപ്രിയയും അലനും പഠനകാലം മുതൽ തന്നെ സുഹൃത്തുക്കളായിരുന്നു എന്നാണ് പറയുന്നത്. ഇവരുടെ സൗഹൃദം വീട്ടുകാർക്കും അറിയുന്ന. ചിത്രപ്രിയ ബംഗളൂരുവിൽ പഠിക്കാൻ പോയത് മുതൽ ഇരുവരും തമ്മിലുള്ള അടുപ്പം. ബംഗളൂരുവിൽ ചിത്രപ്രിയയ്ക്ക് മറ്റൊരു സുഹൃത്തുണ്ടെന്ന അലന്റെ സംശയമാണ് ഒക്കെതിനും പ്രശ്നമായത്. ഈ വിഷയത്തെ ചൊല്ലി ഇരുവരും തർക്കങ്ങൾ പതിവായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സംഭവം നടന്ന ദിവസം ചിത്രപ്രിയയുടെ അച്ഛൻ ഷൈജുവും അമ്മ ഷിനിയും നാട്ടിലെ അയ്യപ്പ സംഘത്തിന്റെ അയ്യപ്പൻ വിളക്കിൽ പങ്കെടുക്കാൻ പോയിരുന്നതാണ്. താലപ്പൊലിയിൽ പങ്കെടുക്കാൻ മകൾ എത്താതിരുന്നപ്പോൾ അച്ഛൻ ചിത്രപ്രിയയെ ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. എത്താമെന്ന് പറഞ്ഞ മകൾ ഏറെ വൈകിയും വരാതായപ്പോഴാണ് അലനെയും ഫോണിൽ വിളിച്ചന്വേഷിച്ചത്. സെബിയൂർ റോഡിൽ ചിത്രപ്രിയയെ ഇറക്കി താൻ മടങ്ങിയെന്നായിരുന്നു അന്നേരത്ത് അലൻ മറുപടി പറഞ്ഞത്. പിന്നീട് ചിത്രപ്രിയയെ പലവട്ടം വിളിച്ചെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല. തുടർന്നാണ് ചിത്രപ്രിയയുടെ മാതാപിതാക്കൾ കാലടി പോലീസിൽ പരാതി നൽകിയത്. പോലീസും ഷിനി ജോലി ചെയ്യുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാർ പ്രദേശത്താകെ തിരച്ചിൽ നടത്തിയിരുന്നു. 3-ാം ദിവസമാണ് അഴുകിയ നിലയിൽ സെബിയൂരിലെ ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ നിന്നും ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. മൃതദേഹം കണ്ടെത്തിയ ഉടൻ പോലീസ് അലനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മരണം സംബന്ധിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന് മറുപടി പറഞ്ഞ അലനെ പോലീസ് വിട്ടയച്ചെങ്കിലും നിരീക്ഷണത്തിൽ വയ്ക്കുകയായിരുന്നു. പിന്നീട് പോലീസ് CCTV ക്യാമറകളൊക്കെ കേന്ദ്രീകരിച്ച് പല അന്വേഷണങ്ങളും നടത്തി. ചിത്രപ്രിയയും അലനും ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ ഇത്തരത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് CCTVയിൽ നിന്നും ലഭിച്ചത്. വീണ്ടും കസ്റ്റഡിയിലെടുത്ത് തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ അലൻ കുറ്റം സമ്മതിച്ചു. മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായെന്നും കല്ലുകൊണ്ട് ചിത്രപ്രിയയെ ആക്രമിച്ചെന്നും അലൻ സമ്മതിച്ചു. തുടർന്ന് വൈകുന്നേരം പോലീസ് പ്രതിയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. ചിത്രപ്രിയ നീലേശ്വരം SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് പൂർത്തീകരിച്ച ശേഷം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് +2 പാസ്സായത്. ബംഗളൂരുവിൽ BBA ഏവിയേഷൻ കോഴ്സ് പഠിച്ചു വരികയായിരുന്നു നിലവിൽ. ഇതിനിടയിലാണ് നാട്ടിലെത്തിയതും കൊല ചെയ്യപ്പെട്ടതും.